ഇവിടെ പോവാ റെഡിയാവാ അമ്മ? ഫുഡ് കഴിക്കാൻ പോയല്ലേ, ഡിന്നർ. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ വെരി ക്ലോസ് ഫ്രണ്ട് ആൻഡ് ഫാമിലി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിതാ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ ആണെന്നൊന്നും വിചാരിക്കേണ്ട, വീടിൻ്റെ തൊട്ടടുത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഉറക്കത്തുനിന്ന് എണീറ്റതിൻ്റെ മുഷിച്ചിലൊക്കെ അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ കൊണ്ടിങ്ങനെ വരുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അപ്പോൾ ഇതാണ് അമ്മയുടെ വെരി ക്ലോസ് ഫ്രണ്ട് നിഷാൻറ്റി. അവരുടെ റിലേറ്റീവ്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. പിന്നെ നമ്മളിതാ വന്നിരിക്കുന്നത് വേറെ എവിടേക്കുമല്ല, കോസ്റ്റൽ കിങ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഫുഡൊക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. ചിലതൊക്കെ ഓക്കെയാണ്. അങ്ങനെ നമ്മളിതാ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നിഖിൽ, നിഷാൻറ്റിയുടെ മകനാണ്. നമ്മളവിടെ എത്തി. അവരുടെ അടുത്ത് നമ്മൾ ഒത്തിരി പേരുള്ളത് കൊണ്ടിട്ട് ടേബിൾ ജോയിൻ ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ആക്റ്റീവായി കേട്ടോ. പെപ്പർ കഴിക്കാൻ പോകുന്നതിനെക്കാട്ടും വലിയ ബുദ്ധിമുട്ടാണ് ഗൈസ് ഈ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മെനു കാർഡ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടൊരു കുറച്ച് സമയം അങ്ങ് പോവും. അങ്ങനെ അവസാനം എന്താണ്ടൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1 by 1 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞാൽ മസാല പാപ്പടാണ്. ഇത് സൂപ്പർ ഒരു സാധനമാണ് കേട്ടോ. ഇവിടെ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഈ മസാല പാപ്പഡ്. അത്രയ്ക്കും ടേസ്റ്റിയാണ്. പിന്നെ ഇതാ നമ്മൾ സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മളിതാ ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. പിന്നെ ലെമൺ ചിക്കൻ ഉണ്ടായിരുന്നു. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ്റെ തന്നെ ഒരു 3-4 വെറൈറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരിയാലി ചിക്കൻ, പിന്നെ ചിക്കൻ ടിക്ക, അങ്ങനെ എന്താണ്ടൊക്കെയോ പറഞ്ഞു. വെജ് കുറവാണ് പറഞ്ഞു, ബിക്കോസ് നിഖിലേട്ടനും നിഷാൻറ്റി മാത്രമേ വെജ് കഴിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നിഖിലേട്ടൻ ജോയിൻ ചെയ്തു. പിന്നീട് നമ്മൾ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞിട്ട് റൊട്ടിയും ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വിധത്തിലെല്ലാം കൂടെ കഴിച്ച് തീർത്ത് നമ്മളങ്ങനെ ഇരിക്കുകയാണ്. കുഴങ്ങിപ്പോയി ഗൈസ്. നമ്മൾ ഈ മീൻ ടൈം അവന് കുഞ്ഞുവിനെ മാനേജ് ചെയ്തത് കുറച്ച് കാർട്ടൂൺ കൊടുത്തിട്ടാണ്. അങ്ങനെ ഇതാ പോകാൻ നേരത്ത് അവൻ അവിടെ ഇരുന്നവരോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.